തൃശൂർ വലപ്പാട് ധനകാര്യ സ്ഥാപനത്തിന് 20 കോടി രൂപ തട്ടിയ പ്രതി പണം ഉപയോഗിച്ചത് ഓൺലൈൻ ട്രേഡിംഗിനും ആഡംബര വീട് വാങ്ങാനും. സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന കൊല്ലം തിരുമല സ്വദേശി ധന്യ മോഹൻ ഇന്നലെയാണ് പിടിയിലായത്. വിവരങ്ങളുമായി ലിഷോയോട് ഒന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ പിടിയിലാവുമ്പോഴും വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് പ്രതി പെരുമാറിയത്. എൻ്റെ ബാഗിൽ നിറയെ പണമാണ് ഇരിക്കുന്നത് എന്ന തരത്തിൽ വളരെ പരിഹാസത്തോടെയോ ധാർഷ്ട്യത്തോടെയോ ഒക്കെ പെരുമാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ ആഡംബരത്തിനായും ഓൺലൈൻ ട്രേഡിങ്ങിനായും ആഡംബര വീട് വാങ്ങാനും ഒക്കെ ഈ പണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ് ലിഷോയ്? അതായത് മണപ്പുറം കോമ്പാക്ട് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്നു ഈ അറസ്റ്റിലായ ധന്യ മോഹൻ. ഈ സമയത്താണ് വർഷങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ 20 കോടി രൂപ ഇവർ ഇവിടെ നിന്ന് തട്ടിയെടുത്തത്. ആ തട്ടിയെടുത്ത രീതിയെല്ലാം തന്നെ ആർക്കും മനസ്സിലാകാത്ത രീതിയിലാണ്. പിന്നീട് അത് കമ്പനിയിൽ നിന്ന് ഏകദേശം 80 ലക്ഷത്തിന്റെ തിരിമറിയാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് വിശദമായ പരിശോധനയിലാണ് ഇത്രത്തോളം വ്യാപ്തി ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കിയതും. എന്തായാലും ഇന്നലെ കൊല്ലത്ത് കീഴടങ്ങിയ പ്രതിയെ ഇന്നിപ്പോൾ വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുന്നത്. അതിനു മുമ്പായി ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടന്നു. അതിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയത്. പ്രധാനമായും ഓൺലൈൻ ട്രേഡിങ്ങിനും അതിനോടൊപ്പം തന്നെ ആഡംബര വീടും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിലൂടെ ഈ വസ്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് പ്രധാനമായും ഈ തുകയെല്ലാം തന്നെ ചെലവഴിച്ചതെന്നാണ് ഇപ്പോൾ ഈ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ ഏതെല്ലാം രീതിക്കാണ് ഇത് കൂടുതലായി ചിലവഴിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് വിശദമായി പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവരുടെ അക്കൗണ്ട് വിവരങ്ങളും എങ്ങനെയൊക്കെയാണ് പണം ആർക്കൊക്കെ മറ്റേതെങ്കിലും രീതിക്ക് കൈമാറിയിട്ടുണ്ടോ, ഈ തട്ടിപ്പിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്.